ഗൾഫിൽ നിന്ന് TV എത്തിച്ച് ലോകകപ്പ് കണ്ട പഴയകാലം. അരനൂറ്റാണ്ടിന്റെ ഫുട്ബോൾ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ചാലിശ്ശേരി സ്വദേശി CV സൈമൺ. 2026 ഫിഫ ലോകകപ്പിന്റെ ആവേശം ലോകമെങ്ങും അലയടിക്കുമ്പോൾ അരനൂറ്റാണ്ടിലേറെ നീളുന്ന തന്റെ ഫുട്ബോൾ പ്രണയത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ചാലിശ്ശേരി ഹൈസ്കൂൾ റോഡിൽ ചീരൻ വർഗീസ് മകൻ സൈമൺ. 69 വയസ്സുള്ള സൈമണിന് ലോകകപ്പ് ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, ജീവിതത്തിന്റെ ഭാഗമാണ്. 1970കളുടെ അവസാനത്തിൽ ലോകകപ്പ് മത്സരങ്ങൾ കാണാനുള്ള സാഹചര്യങ്ങൾ എളുപ്പമായിരുന്നില്ലെന്ന് ഓർക്കുന്നു. 1970 3 വട്ടം ലോകകപ്പ് നേടിയിട്ടുള്ളത് ഒരേ ഒരു ടീം അവരായിരുന്നു. ഏറ്റവും കൂടുതൽ ലോകകപ്പ് നേടിയിട്ടുള്ള ടീമും ബ്രസീൽ 5 വട്ടം. അതുകൊണ്ട് ഇപ്പോഴത്തെ ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ സാധ്യത 3 ടീമിലുള്ളതിൽ കുറച്ച് മുൻതൂക്കം ബ്രസീലിനുണ്ട്. ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള 2 ടീമുകളെ കാണാനുള്ളൂ. ഒന്ന് ബ്രസീലും ഒന്ന് അർജന്റീനയും. ബ്രസീലും അർജന്റീന ഇപ്രാവശ്യം ഫൈനലിൽ വരികയാണെങ്കിൽ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആവേശമുള്ള ഒരു മാച്ചാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിതാവ് വർഗീസിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശിലെ രാജമഹേന്ദ്രവരത്ത് പഠിച്ചിരുന്ന കാലത്താണ് ഫുട്ബോളിനോടുള്ള ഇഷ്ടം തോന്നിയത്. CMH ഗവൺമെന്റ് സ്കൂളിലെ ഫുട്ബോൾ ക്യാപ്റ്റനായിരുന്ന സൈമണിന് അന്നു മുതൽ കാൽപന്ത് കളിയോടുള്ള ഇഷ്ടം ഹൃദയത്തിൽ ഇടം പിടിച്ചു. ഫുട്ബോളിനോടുള്ള ആവേശം മനസ്സിലാക്കിയ ഗൾഫിലായിരുന്ന ജ്യേഷ്ഠൻ കൊച്ചു മാത്യു 1979 ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ അയച്ചു നൽകി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ TV ട്രെയിൻ മാർഗം രാജമണ്ഡ്രിയിലെത്തിച്ചാണ് 1982 ലോകകപ്പ് കണ്ടത്. ഇന്ത്യയിൽ ലോകകപ്പ് മത്സരങ്ങളുടെ സംപ്രേഷണം പരിമിതമായിരുന്ന ആ കാലത്ത് ശ്രീലങ്കയുടെ രൂപവാഹിനി ചാനൽ വഴിയാണ് ലോകകപ്പ് മത്സരങ്ങൾ കണ്ടത്. 1983 ചാലിശ്ശേരിയിലെത്തിയ ശേഷവും ഫുട്ബോൾ പ്രണയത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. തികഞ്ഞ ബ്രസീൽ ആരാധകനായ സൈമണിന് ലോകകപ്പ് ചരിത്രത്തിലെ ടീമുകളെയും താരങ്ങളെയും കുറിച്ചുള്ള അറിവ് ഇന്നും അത്ഭുതപ്പെടുത്തുന്നതാണ്. ബ്രസീലിന് മുൻതൂക്കമുണ്ട്. പക്ഷേ 3 ടീം ബ്രസീലും അർജന്റീന, ഫ്രാൻസ് ഏറ്റവും കപ്പ് നേടാനുള്ള സാധ്യതയുള്ള 3 ടീമുകളാണ്. ഏകദേശം അതേ സ്റ്റാൻഡേർഡിലുള്ള ടീമുകൾ ഇപ്പോൾ പോർച്ചുഗലുണ്ട്, സ്പെയിൻ ഉണ്ട്. കുടുംബത്തിലെ ജ്യേഷ്ഠ സഹോദരൻ കൊച്ചുമാത്യുവും അനുജൻ ജോൺസണും ബ്രസീൽ ആരാധകരാണ്. ടെലിവിഷൻ സ്ക്രീനിൽ തുടങ്ങി സ്റ്റേഡിയം ഗാലറികളിലേക്ക് നീണ്ട ആ യാത്ര ഇന്നും തുടരുകയാണ്. 2026 ലോകകപ്പ് ആരംഭിക്കാനിരിക്കെ ബ്രസീലിനോടുള്ള തന്റെ അചഞ്ചലമായ ആരാധനയും ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത സ്നേഹവും സൈമൺ പങ്കുവച്ചു. ചാലിശ്ശേരി ഗ്രാമത്തിന്റെ കായിക രംഗത്തിന്റെ വളർച്ചയിൽ സജീവ പങ്കുവഹിച്ച സൈമൺ GCC ക്ലബിന്റെ ആദ്യ ജോയിന്റ് സെക്രട്ടറിയും ഗ്രാമീണ വായനശാലയുടെ ആദ്യകാല പ്രവർത്തകനുമായിരുന്നു. അന്നുള്ള ഈ 2000 വരെ 2022 വരെ എല്ലാ ലോകകപ്പും കുറിച്ച് കാണാറുണ്ട്. അതിൽ ഒരു 95% ഈ മെക്സിക്കോയിലും അമേരിക്കയിലും നടക്കുന്ന പുലർച്ചയായിട്ടുള്ള സമയത്ത് ചില കളികൾ മാത്രം, ഈ ക്വാളിഫയിങ് മാച്ച് മാത്രമേ കാണാതിരുന്നിട്ടുള്ളൂ. ക്വാർട്ടർ മുതൽ ഫൈനൽ വരെ ഒരുവിധമുള്ള എല്ലാ കളികളും കണ്ടു.